Hello dear children, welcome to Kids Area Online. എക്സാം എങ്ങനെയുണ്ടായിരുന്നു? 2ാം ക്ലാസ്സിലെ എക്സാം ഈസി ആയിരുന്നോ? യെസ്, ഇംഗ്ലീഷ് എക്സാം ആയിരുന്നു അല്ലേ? അപ്പൊ ആൻസേഴ്സ് ഒക്കെ നമുക്ക് നോക്കിയാലോ. 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള ട്യൂഷൻ കിഡ്സ് ഏരിയ ഓൺലൈൻ നൽകുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. LKG UKG ക്ലാസ്സസ് അവൈലബിൾ ആണ്. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി ഇവയുടെ റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ്സസും അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർ ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. സൂമിൽ ലൈവായിട്ടാണ് ക്ലാസ് വരുന്നത്. റെക്കോർഡ് ക്ലാസ്സസും അവൈലബിൾ ആണ്. ഫീ നൽകിയാണ് പഠിക്കുവാനുള്ളത്. ഓക്കെ, മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9746487799. എക്സാം ക്വസ്റ്റ്യൻ നോക്കാം. 2ാം ക്ലാസ്സിലെ എക്സാം ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ റീഡിംഗ് കോംപ്രിഹെൻഷൻ ആണ്. ഇവിടെ ചെറിയൊരു പാസേജ് തന്നിട്ടുണ്ട്. അത് വായിച്ചിട്ട് താഴെ നൽകിയിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക എന്നുള്ളതാണ്. മൈ നെയിം ഈസ് പിങ്കി. എൻ്റെ പേര് പിങ്കി എന്നാണ്. യെസ്റ്റർഡേ മൈ പപ്പ ബോട്ട് മീ എ ന്യൂ പെറ്റ്. ഇന്നലെ എൻ്റെ പപ്പ എനിക്കൊരു പുതിയ പെറ്റിനെ വാങ്ങി തന്നു. ഇറ്റ് ഈസ് എ സ്മോൾ ഗോൾഡ് ഫിഷ്. അതൊരു ചെറിയ ഗോൾഡ് ഫിഷ് ആയിരുന്നു. ഐ നെയ്മഡ് ഇറ്റ് റുബി. ഞാൻ അതിന് റുബി എന്ന് പേരിട്ടു. ഐ കീപ് ഹെർ ഇൻ എ ബൗൾ. ഞാൻ അവളെ ഒരു ബൗളിൽ സൂക്ഷിച്ചു. ഐ ഫീഡ് ഹെർ എവറി മോർണിംഗ്. എല്ലാ ദിവസവും രാവിലെ ഞാൻ അവൾക്ക് ആഹാരം കൊടുക്കും. ഇറ്റ് ലുക്സ് വെരി ഹാപ്പി ഓൾ ദ ടൈം. എപ്പോഴും ആ മീന് വളരെ സന്തോഷത്തിലാണ് ഞാൻ കണ്ടിരുന്നത്. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് ചോദ്യങ്ങളായിരുന്നു. പിങ്കീസ് പെറ്റ് ഈസ് എ. പിങ്കിയുടെ പെറ്റ് എന്തായിരുന്നു? യെസ്, ഇവിടെ എന്താണ് എഴുതാനുള്ളത്? ഫിഷ് ആണ് ആൻസർ. പിങ്കീസ് പെറ്റ് ഈസ് എ ഫിഷ്. എല്ലാവരും ഫിഷ് എന്ന് എഴുതിയായിരുന്നോ? എഴുതിയായിരുന്നു. ഓക്കെ, പിങ്കീസ് പെറ്റ് ഈസ് എ ഫിഷ്. ആൻസർ ഈസ് ഫിഷ് ആയിരുന്നു ആൻസർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ റൂബി ഈസ് എ. റൂബി എന്ന് പറയുന്നത് എന്താണ്? ഫിഷ് ആണ്. അതും എന്തായിരുന്നു? ഫിഷ് ആയിരുന്നു ആൻസർ. ഹൂ ബോട്ട് ദ പെറ്റ്. ആരാണ് വാങ്ങിക്കൊടുത്തത്? പിങ്കിക്ക് പെറ്റിനെ വാങ്ങിക്കൊടുത്തത് ആരാ? പിങ്കീസ് പപ്പ. പിങ്കിയുടെ ആരാണ്? പപ്പയാണ് മേടിച്ചു കൊടുത്തത്. പിങ്കീസ് പപ്പ. പിങ്കിയുടെ പപ്പ. പപ്പ എന്ന് മാത്രം എഴുതിയാൽ ശരിയാണ് കേട്ടോ. 4ാമത്തെ ചോദ്യം ഈസ് ഇറ്റ് ബിഗ് ഓർ സ്മോൾ? ഇത് ചെറിയ ഫിഷ് ആയിരുന്നോ ബിഗ് ഫിഷ് ആയിരുന്നോ? സ്മോൾ ഗോൾഡ് ഫിഷ് ആയിരുന്നു. എന്തായിരുന്നു? സ്മോൾ എന്ന് എഴുതിയാൽ മതി. സ്മോൾ. പിങ്കി കീപ്സ് ഹെർ പെറ്റ് ഇൻ എ. പിങ്കി എന്തിലാ പെറ്റിനെ സൂക്ഷിച്ചേ? ബൗളിലാണ്. എന്തിലാണ്? ബൗൾ ആണ് ആൻസർ. അപ്പൊ എല്ലാവരും ഈ ചോദ്യത്തിന് ഉത്തരം എഴുതിയല്ലോ. ആരും തെറ്റിച്ചില്ലല്ലോ. എല്ലാവർക്കും ശരിയല്ലേ? 1ാമത്തെ ആക്ടിവിറ്റിക്ക് ഫുൾ മാർക്സ് കിട്ടത്തില്ലേ? യെസ്. ഓക്കെ, 2ാമത്തെ ആക്ടിവിറ്റി ഡിസ്ക്രിപ്ഷൻ എഴുതുക എന്നുള്ളതായിരുന്നു. ഡിസ്ക്രൈബ് ദ പിക്ചർ. ഈ പിക്ചറിൽ എന്തൊക്കെ കാണുന്നുണ്ട്? ഒരു ട്രീ കാണുന്നുണ്ട്. ട്രീയിൽ ഒരു പാരറ്റ് മാംഗോ കഴിക്കുന്നുണ്ട്. നോക്കിയേ, നെസ്റ്റിനുള്ളിൽ കുഞ്ഞുങ്ങളുണ്ട്. കുട്ടികൾ എന്ത് ചെയ്യാണ്? കഥാപുസ്തകമൊക്കെ വായിക്കുകയാണ്. സണ്ണുണ്ട്. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് ഉള്ളത് എന്ന് ചേർത്ത് പുതിയ വേർഡ്സ് ഒക്കെ ചേർത്ത് എന്ത് ചെയ്യണം? ആക്ഷൻസും ഇതെല്ലാം നമ്മൾ ലൊക്കേഷനും എല്ലാം നോക്കിയിട്ട് എന്ത് ചെയ്യുക? മാങ്ങ താഴെ വീണ് കിടപ്പുണ്ട്. അതെല്ലാം ചേർത്തിട്ട് ഡിസ്ക്രിപ്ഷൻ എഴുതുക എന്നുള്ളതായിരുന്നു 2ാമത്തെ ആക്ടിവിറ്റി. ഓക്കെ, അത് ഓരോ കുട്ടികളും ഓരോ രീതിയിലാണ് എഴുതിയിട്ടുണ്ടാവുക. ഇവിടെ എന്തൊക്കെ കാണുന്നു എന്ന് എഴുതുക എന്നതാണ് ഡിസ്ക്രിപ്ഷൻ. ഈ പിക്ചറിൽ എന്തൊക്കെ കാണുന്നു. 3ാമത്തെ ആക്ടിവിറ്റി കോൺവെർസേഷൻ ആയിരുന്നു. കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ദ കിങ് ആൻഡ് ദ ഡ്രമ്മർ. കിങ്ങും ഡ്രമ്മറും തമ്മിലുള്ള കോൺവെർസേഷൻ. ഹൂ ഈസ് ദ വിന്നർ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവും? ആരാ വിന്നർ? യെസ്, ആരാണ് വിന്നർ എന്ന് പറയും. അപ്പോൾ രാജാവ് വീണ്ടും ചോദിച്ചു. അപ്പോൾ മറുപടി ദ ഫോക്സ് എന്ന് പറയുകയാണ്. അപ്പോൾ രാജാവ് വീണ്ടും വേർ. അപ്പോൾ ഉത്തരം കിട്ടുമ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ മനസ്സിലായി. ഹീ ഈസ് ഹിയർ. ഐ ഷാൽ കോൾ ഹിം. അവൻ ഇവിടെ ഉണ്ട്. അവൻ എവിടെ എന്നാണ് ചോദിച്ചത്. അവൻ ഇവിടെ ഉണ്ട്, ഞാൻ വിളിക്കാന്ന് പറയാണ്. ദ ക്യാറ്റ് വിൽ ബി മൈ പെറ്റ്. ആ ക്യാറ്റിന് എന്താണ്? ഉറപ്പായിട്ട് എൻ്റെ പെറ്റായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ആരാണ് ജയിച്ചതെന്ന് അറിയാം. ക്യാറ്റാണ് ജയിച്ചത്. അപ്പോൾ ആരുമായിട്ടാണ് കോമ്പറ്റീഷൻ വെച്ചത്? ഫോക്സുമായിട്ട് കോമ്പറ്റീഷൻ വെച്ചാണ് ക്യാറ്റ് ജയിച്ചത്. വേർ ഈസ് ഹി? അവൻ എവിടെയും ചോദിക്കുന്നുണ്ട്. ഹീ ഈസ് ഹിയർ. അവൻ ഇവിടെ ഉണ്ട്. ഐ ഷാൽ കോൾ ഹിം. ഞാൻ അവനെ വിളിക്കാം. ദ ക്യാറ്റ് വിൽ ബി മൈ പെറ്റ്. ആ ക്യാറ്റ് എൻ്റെ പെറ്റായിരിക്കും എന്ന് പറയുകയാണ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാവരും കോൺവെർസേഷൻ എഴുതിയല്ലോ. 4ാമത്തെ ചോദ്യം ക്രോസ് വേർഡ് പസിലായിരുന്നു. വൺ ഹാസ് ബീൻ ഡൺ ഫോർ യു. ഐ ആം ദ ബിഗ്ഗസ്റ്റ് അനിമൽ ഓൺ ലാൻഡ്. ഐ ക്യാൻ. എന്താണ്? ഞാൻ വലിയ അനിമലാണ്. കരയിലെ ഏറ്റവും വലിയ അനിമലാണ്. ഐ ക്യാൻ ട്രംപറ്റ്. ഞാൻ ചിഹ്നം വിളിക്കും. ആന വിളിക്കത്തില്ലേ? ആനയാണ്. അപ്പോൾ ആന എന്താ ചെയ്യുക? ട്രംപറ്റ് ആണ്. അപ്പോൾ നോക്കിയേ, ഐ ആം ദ കിങ് ഓഫ് ദ ഫോറസ്റ്റ്. ഐ ക്യാൻ. കിങ് ഓഫ് ദ ഫോറസ്റ്റ് ആരാ? ലയൺ. അപ്പോൾ എന്താ ചെയ്യുക? ലയൺ എന്താ ചെയ്യുക?
ഐ ക്യാൻ റോർ ആണ്. അപ്പോൾ ഡൗൺ താഴേക്കാണ് എഴുതേണ്ടിയിരുന്നത്. ഫസ്റ്റ് ഒന്നാമത്തത് ഡൗൺ, റോർ, ROAR. ഇവിടെ എന്താ എഴുതാനുണ്ടായിരുന്നത്? ROAR. എന്താണ് ചെയ്യുക? സിംഹം എന്താണ് ചെയ്യുക? റോർ, അലറും അല്ലേ? അപ്പൊ ഒന്ന് താഴോട്ട് റോർ ആയിരുന്നു ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. ഐ ആം എ ഹോഴ്സ്. ഞാൻ ആരാണ്? ഹോഴ്സ് ആണ്. ഐ ക്യാൻ, രണ്ട് താഴോട്ട്, നെയ്. എന്താ ചെയ്യാ? നെയ് എന്നതിലേക്ക് അറിയാ? NEIGH, നെയ്. ഓക്കെ, അപ്പൊ ഡൗൺ രണ്ട് ക്വസ്റ്റ്യനും ആൻസർ ചെയ്തു. ഒന്നാമത്തതിന് റോർ ആയിരുന്നു, രണ്ടാമത്തത് നെയ് ആയിരുന്നു. ഓക്കെ, ഒന്നാമത്തത് റോർ ആയിരുന്നു ഉത്തരം, രണ്ടാമത്തത് നെയ് ആയിരുന്നു ഉത്തരം. ഓക്കെ, ഇനി എക്രോസ്, നേരെ, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് നേരെ ഉള്ളതിന്റെ ആൻസർ നോക്കാം. ഐ ആം എ ഡാഷ്, ഐ ക്യാൻ മ്യൂ. മ്യൂ എന്നാണ് ശബ്ദം. അപ്പോൾ ഐ ആം എ കാറ്റ്. 3 വലത്തോട്ട് എന്തായിരുന്നു? ഐ ആം 3 എക്രോസ്, ക്വസ്റ്റ്യൻ നമ്പർ 3 എക്രോസ് എന്തായിരുന്നു? കാറ്റ് ആയിരുന്നു. ഐ ആം എ ഡോങ്കി, ഞാനൊരു കഴുതയാണ്. ഐ ക്യാൻ എന്താ ചെയ്യുക? കഴുത എന്താ ചെയ്യുക? ബ്രേ, BRAY, ബ്രേ. ഐ ആം എ ബെയർ, ഞാനൊരു ബെയർ ആണ്. ഐ ക്യാൻ, ഞാൻ എന്താ ചെയ്യുക? ഗ്രൗൾ, GROWL, ഗ്രൗൾ. എക്രോസ്, 3 എക്രോസ്, 4 എക്രോസ്, 5 എക്രോസ്. 3 നേരെ എഴുതുക, 4ന്റെ ഉത്തരം ബ്രേ എന്ന് എഴുതുക, 5ന്റെ ഉത്തരം ഗ്രോൾ എന്ന് എഴുതുക. ഓക്കെ, ഇതായിരുന്നു ആൻസേഴ്സ്. അടുത്ത ആക്ടിവിറ്റിയിലോട്ട് പോവാം. 5ാമത്തെ ആക്ടിവിറ്റി, നെയിം ദ റൂംസ്. ലുക്ക് അറ്റ് ദ പിക്ചർ. സാം ആൻഡ് ലിസി ആർ വിസിറ്റിംഗ് അങ്കിൾ ടോം ആൻഡ് ആന്റി ബെറ്റീസ് ഹൗസ്. ലിസിയും സാമും അങ്കിളായ ടോമിന്റെയും ആന്റിയായ ബെറ്റിയുടെയും വീട്ടിൽ വന്നിരിക്കുകയാണ്. ആൻഡ് ബെറ്റി ഈസ് ഷോയിങ് ദം ദ റൂംസ് ഓഫ് ഹെർ ഹൗസ്. ആന്റി എന്ത് ചെയ്യാണ്? ലിസിക്കും സാമിനും വീടൊക്കെ കാണിച്ചു കൊടുക്കുകയാണ്. ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ് ഗിവൺ ബിലോ ആൻഡ് കംപ്ലീറ്റ് ദ സെന്റൻസ്. താഴെ നോക്കിയിട്ട് എന്താണെന്ന് എഴുതുക. ഓക്കെ, ഇവിടെ നോക്കിയേ, ഇത് ഏത് റൂമാണെന്നാ തോന്നുന്നേ? ഇത് ഏത് റൂമാണ്? ഈ റൂമിന് എന്താ പറയുക? ഇതിന് നമ്മൾ പറയുന്നതാണ് ദിസ് ഈസ് അവർ ഡ്രോയിങ് റൂം. എന്താ പറയാ? ഡ്രോയിങ് റൂം എന്ന് പറയും. ഡ്രോയിങ് റൂം. പ്ലീസ് സിറ്റ് ഹിയർ. നമ്മൾ അവിടെയാണല്ലോ എല്ലാവരെയും വിളിച്ചിരുത്തുക. ഡ്രോയിങ് റൂം. ഓക്കെ, അടുത്ത സി ഹൗ ഈസ് അവർ. നോക്കൂ, എങ്ങനെയുണ്ട് നമ്മുടെ ഇതെന്താണ്? കിച്ചൺ. എന്താ വരിക? കിച്ചൺ. കിച്ചൺ ആണ് ഇവിടുത്തെ ഉത്തരം. ഓക്കെ, അടുത്ത് നോക്കാം. 3ാമത്തെ എന്താണെന്ന് നോക്കാം. വി ഈറ്റ് ഹിയർ. നമ്മൾ ഇവിടെ ഇരുന്നാണ് കഴിക്കുക. ദിസ് ഈസ് അവർ, ഈ നമ്മുടെ എന്താണ്? ഡൈനിങ് റൂം. എന്താ? ഡൈനിങ് റൂം. ഡൈനിങ് റൂമിൽ ഇരുന്നാണ് എന്ത് ചെയ്യുക? കഴിക്കുക. റൂമിന്റെ പേരെഴുതാനായിരുന്നു. ഈസ് ദിസ് യുവർ? ഇത് നിങ്ങളുടെ എന്താണോ? ബെഡ്റൂം. എന്താണ്? ബെഡ്റൂം. ഇത് നിങ്ങളുടെ ബെഡ്റൂം അല്ലേ? ബെഡ്റൂം. ലിസി ചോദിച്ചു, ഇത് നിങ്ങളുടെ ബെഡ്റൂം അല്ലേ എന്ന് ചോദിക്കുകയാണ്. ലാസ്റ്റ് വൺ എന്താണ്? ആൻഡ് യുവർ എന്തായത്? ബാത്റൂം ഈസ് ക്ലീൻ. നിങ്ങളുടെ ബാത്റൂം നല്ല ക്ലീൻ ആണ്. ആൻഡ് യുവർ ബാത്റൂം. ഓക്കെ, ഇവിടെ എഴുതാനുള്ളത് ബാത്റൂം ആയിരുന്നു. ഇതായിരുന്നു ശരി ഉത്തരം. അപ്പൊ എല്ലാവരും കറക്റ്റായിട്ട് ചെയ്തായിരുന്നോ? ഓക്കെ, അപ്പോൾ ഏതൊക്കെ റൂംസ് ആയിരുന്നു? നോക്കി, ഏതൊക്കെ റൂംസ് ആയിരുന്നു? ഫസ്റ്റ് വൺ ഡ്രോയിങ് റൂം, സെക്കൻഡ് വൺ കിച്ചൺ, തേർഡ് വൺ ഡൈനിങ് റൂം, ഫോർത്ത് വൺ ബെഡ്റൂം, ഫിഫ്ത്ത് വൺ ബാത്റൂം. ഓക്കെ, എല്ലാവരും എല്ലാ ആക്ടിവിറ്റീസും കറക്റ്റായിട്ട് ചെയ്തായിരുന്നോ? 5 ആക്ടിവിറ്റിയും കറക്റ്റായിട്ട് ചെയ്തായിരുന്നോ? യെസ്. ഓക്കെ ചിൽഡ്രൻ, അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ. താങ്ക് യു.